നമസ്കാരം. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ നിന്നും ഭീഷണി നേരിടുന്നയാളാണ് RSSൻ്റെ മേധാവി, RSSൻ്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവത്. അദ്ദേഹത്തിന് നിരവധി ഭീഷണികളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു Z+ കാറ്റഗറി സുരക്ഷ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് RSSൻ്റെ മേധാവി. അദ്ദേഹം ഇന്നും നാളെയും ബീഹാറിലെ ഭഗൽപൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. അസാധാരണമായി ഭഗൽപൂരിൽ ചില സുരക്ഷാ ഓഡിറ്റുകളും സുരക്ഷാ പരിശോധനകളും വലിയ സുരക്ഷയും ഈ RSS മേധാവിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് പുതിയ എന്തെങ്കിലും ഭീഷണി സംഘടനകളിൽ നിന്നും RSS മേധാവി നേരിടുന്നോ എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഒരു RSS മേധാവിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ബീഹാർ പോലീസിൻ്റെ തീരുമാനം കണ്ടാൽ മനസ്സിലാവുക. ഇൻ്റലിജൻസ് വൃത്തങ്ങളാണ് ബീഹാർ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട SP-ക്കുമെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. RSS മേധാവിയുടെ പൊതുപരിപാടി അടക്കമുള്ള പരിപാടികൾ ഭഗൽപൂരിൽ ഇന്നും നാളെയുമായി നടക്കുന്നതിനാൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തണം എന്നാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുള്ളത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ചില പാകിസ്ഥാനി തീവ്രവാദി സംഘടനകളും IS പോലുള്ള ചില തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് മോഡ്യൂളുകളുമെല്ലാം RSS മേധാവിക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പോലീസിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗൽപൂരിലും മറ്റും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ലോഡ്ജുകളിൽ ഉൾപ്പെടെ വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട്, വാഹന പരിശോധനകൾ നടക്കുന്നുണ്ട്. RSS മേധാവിയുടെ സന്ദർശനം കഴിയും വരെ ഭഗൽപൂരും പരിസര പ്രദേശങ്ങളിലും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ തുടരുവാനാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇപ്പോൾ ഭാരതത്തിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാൾ തന്നെയാണ് RSS മേധാവി മോഹൻ ഭഗവത്. അദ്ദേഹത്തിൻ്റെ ദേശീയ നിലപാടുകൾ അല്ലെങ്കിൽ BJP ഭരണത്തിലിരിക്കുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്കൊപ്പം വലിയ സുരക്ഷ രാജ്യം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് RSS മേധാവി ഡോക്ടർ മോഹൻ ഭഗവത്. അദ്ദേഹത്തിൻ്റെ ഭഗൽപൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.